ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ലിൻസീസ് ലിങ്ക്. ഇന്ന് നമുക്ക് ഈസി ആയിട്ടുള്ളൊരു ചിക്കൻ സ്റ്റൂ റെസിപ്പി എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. ഓക്കെ, ആദ്യമായി അതിൻ്റെ ഇൻഗ്രീഡിയൻസ് നോക്കാം. നമുക്ക് വെളുത്തുള്ളി വേണം, അതുപോലെ തന്നെ പഴുത്ത മുളകാണ് ഞാൻ ചേർക്കുന്നത്. പഴുത്ത മുളക് ചുമന്നതിന് വളരെ ഗുണങ്ങളുള്ളതാണ്, അതുപോലെ തന്നെ നല്ല എരിയും വേണം. പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും നമ്മളൊന്ന് ചതച്ച് ചേർക്കും. പിന്നെ സവാള ഇതേപോലെ കനം കുറച്ച് നീളത്തിലരിഞ്ഞത്. പിന്നെ കറിവേപ്പില എത്രയും ചേർക്കുന്നോ അത്രയും നല്ലതാണ്, അത്രയും ഒരുപാട് ഗുണങ്ങളുള്ള ആണ് കറിവേപ്പില. പിന്നെ തേങ്ങാപ്പാൽ വേണം. തേങ്ങാപ്പാലിൻ്റെ ഒന്നാം പാലാണത്. ഒന്നാം പാലും അതുപോലെ തന്നെ രണ്ടാം പാലും ആവശ്യമാണ്. പിന്നെ അതിൻ്റെ കൂടെ നമുക്ക് വേണ്ടത് നമ്മുടെ കാഷ്യൂനട്ട് അഥവാ അണ്ടിപ്പരിപ്പ് നമ്മൾ ചൂടുവെള്ളത്തിൽ കുതിർത്ത് വെച്ചതിന് ശേഷം അരച്ചെടുത്ത പേസ്റ്റാണിത്. ഇനി നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ഇട്ട് ജസ്റ്റ് നമ്മളൊന്ന് ചതച്ചെടുക്കണം. ഇത് ചതച്ചെടുക്കുന്നത് നമ്മുടെ ചിക്കൻ മാരിനേറ്റ് ചെയ്ത് വെക്കാൻ വേണ്ടിയാണ്. ഇത് വഴറ്റുന്നതിൻ്റെ കൂടെ ഞാൻ ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർക്കില്ല. ഇത് ചതച്ചെടുത്തത് ചിക്കൻ ചെയ്ത് വെക്കാൻ വേണ്ടിയാണ്. ഇനി നമുക്ക് ഒരു പാൻ നമുക്ക് ഗ്യാസ് സ്റ്റൗവിലേക്ക് വെക്കാം. പാൻ ഒന്ന് ചൂടായതിന് ശേഷം നമുക്ക് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. ചിക്കൻ സ്റ്റൂ ഉണ്ടാക്കുമ്പോൾ എനിക്ക് എപ്പോഴും വെളിച്ചെണ്ണ ചേർക്കാനാണ് ഇഷ്ടം. വെളിച്ചെണ്ണയല്ല, വേറെ ഒലിവ് ഓയിലോ സൺഫ്ലവർ വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ചക്കിലാട്ടിയ വെളിച്ചെണ്ണയാണ്, അതായത് നമ്മുടെ വുഡ് പ്രസ്ഡ് കോക്കനട്ട് ഓയിലാണ് ചേർക്കുന്നത്. എണ്ണയൊന്ന് ചൂടായതിന് ശേഷം നമുക്ക് ഒരു 1.5 ടീസ്പൂണോളം പെരിഞ്ജീരകം ചേർക്കാം. അതുപോലെ തന്നെ ഒരു 3-4 ഏലക്ക ചേർക്കാം. പിന്നെ ഒരു 3-4 ഗ്രാമ്പൂ ചേർക്കാം. ഇത്രയും സ്പൈസസ് നമ്മൾ നല്ലതുപോലെ ഒന്ന് മൂപ്പിച്ച് എടുക്കണം. ഇത് മൂപ്പിച്ചെടുക്കുക. ഇത് ചേർക്കുന്നതുകൊണ്ട് നല്ലൊരു ഫ്ലേവറാണ് നമ്മുടെ കറിക്ക് ഇത് കിട്ടുന്നത്. അതുപോലെ തന്നെ കറിവേപ്പിലയും കൂടെ എണ്ണയ്ക്കകത്തിട്ട് നല്ലതുപോലെ മൂപ്പിക്കുക. കറിവേപ്പില മൂത്തതിന് ശേഷം നമുക്ക് സവാള ചേർത്ത് കൊടുക്കാം. ഈ സവാള നീളത്തിൽ കനം കുറച്ചരിഞ്ഞാണ്. ഇതെല്ലാം നിങ്ങൾക്ക് വേറെ ഷേപ്പ് കനം കുറച്ചരിയാൻ പറ്റും, അങ്ങനെ വേണമെങ്കിലും അരിഞ്ഞ് ചേർത്താലും മതി. ഓക്കെ, ഇതിനി നമ്മൾ നല്ലതുപോലെ ഒന്ന് വഴറ്റണം. നമ്മുടെ സവാള നല്ല സോഫ്റ്റായി വരണം. അത്രയും വരുന്നിടം വരെ നമ്മളിതൊന്ന് വഴറ്റി എടുക്കുക. ഉണ്ടോ, നമ്മുടെ കറിവേപ്പിലയും സവാളയും എല്ലാം ഒന്ന് മൂത്ത് വരണം. ഓക്കെ, ഇത് എളുപ്പം ഒന്ന് മൂത്ത് കിട്ടാൻ വേണ്ടി 1 ടീസ്പൂൺ നമ്മൾ ഉപ്പ് ചേർത്ത് കൊടുക്കും. ഉപ്പ് ചേർക്കാൻ തന്നെ നമ്മുടെ സവാള നമുക്ക് ഒരുപാട് മെനക്കെടേണ്ട ആവശ്യമില്ല, പെട്ടെന്ന് നമുക്കിത് ഒന്ന് സോഫ്റ്റായി കിട്ടും. ഓക്കെ, അതുപോലെ തന്നെ ഉപ്പ് ചേർക്കുമ്പോൾ ശ്രദ്ധിക്കണം. നമ്മൾ സവാള ഇപ്പം വഴറ്റിയപ്പോഴും നമ്മൾ ഉപ്പ് ചേർത്തു. ഇനിയും നമ്മുടെ ചിക്കൻ മാരിനേറ്റ് ചെയ്ത് വെക്കാൻ വെക്കാൻ നേരം ഉപ്പ് ചേർക്കും. അന്നേരം ഉപ്പ് അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കാവൂ. ഇതിനി നമുക്ക് മുളക് ചേർത്ത് കൊടുക്കാം. ഇത് പഴുത്ത മുളകാണ് ഞാൻ ചേർത്തത്. ഇത് ഏകദേശം ഒരു 3 പഴുത്ത മുളകും 1 പച്ചമുളകുമാണ് ഞാൻ ചേർത്തത്. നമുക്ക് എരിവിനനുസരിച്ച് എരിവ് ഇച്ചിരി കൂടുതൽ വേണമെന്നുള്ളവർക്ക് ഒരു 4-5 മുളക് ചേർത്ത് കൊടുക്കാം. അതുമല്ല, ഏറ്റവും ലാസ്റ്റ് സ്റ്റേജിൽ കുറച്ച് കുരുമുളക് പൊടി ചേർത്ത് കൊടുത്താലും നല്ല ഒരു ഇത് കിട്ടും. കണ്ടോ, നമ്മുടെ സവാളയൊക്കെ നല്ലപോലെ വഴഞ്ഞു വന്നിട്ടുണ്ട്, നല്ല സോഫ്റ്റായി നല്ല വഴഞ്ഞിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും പിന്നെ ഒരു 1.5 ടീസ്പൂൺ നമ്മുടെ ഗരം മസാലയും ചേർത്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടി ഒരുപാട് ചേർക്കണ്ട, മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ ചേർത്താൽ മതി. കാരണം കറി ഒരുപാട് മഞ്ഞ നിറത്തിലായി പോകും. ഇത് നല്ല ഫ്രഷായിട്ട് ചിക്കൻ കഴുകി നല്ല വൃത്തിയാക്കി വെച്ചിരിക്കുകയാണ്. ഇതിലേക്ക് നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചതും ഉപ്പും കൂടെ ചേർത്ത് നല്ലതുപോലെ ഇത് തേച്ച് പിടിപ്പിച്ച് ഏകദേശം ഒരു 10 to 15 മിനിറ്റ്സ് നമ്മൾ വെക്കുകയാണെങ്കിൽ വളരെ നല്ലതാണ്. നമ്മുടെ ചിക്കനിലേക്ക് നല്ലതുപോലെ പിടിക്കും. നമ്മുടെ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയും ഒക്കെ നല്ലതുപോലെ പിടിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത്. അറ്റ്ലീസ്റ്റ് ഒരു 10 മിനിറ്റ്സോളം വെച്ചാലും മതി. ഓക്കെ, ഇത് നമ്മൾ ഇങ്ങനെ ഒരു 15 മിനിറ്റ്സോളം വെച്ചു. ഇനി ഇത് നമ്മൾ വഴറ്റിയ മസാലയിലേക്ക് ചേർത്ത് കൊടുക്കാം. ഓക്കെ, ഇത് മസാലയിലേക്ക് ചേർത്ത് നല്ലതുപോലെ ഇത് മിക്സ് ചെയ്യുക. നല്ലതുപോലെ ഇളക്കി സവാളയും ചിക്കനും എല്ലാം കൂടെ വഴറ്റി നല്ലപോലെ ചേർക്കുക. ഈ റെസിപ്പി വളരെ സിമ്പിളാണ്. അതുപോലെ തന്നെ ഇത് നമ്മൾ കുക്ക് ചെയ്യുന്നത് ഇനി 2ാം പാൽ ഒഴിച്ചാണ്. അല്ലാതെ വെള്ളം ഒന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല. അല്ലാതെ തന്നെ ചിക്കനിൽ നിന്നും വെള്ളം ഇറങ്ങും. അന്നേരം നമ്മൾ വെള്ളം ചേർക്കേണ്ടത്. ഞാൻ ഒരു 2ാം പാൽ ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് അടച്ച് വെച്ച് ഏകദേശം ഒരു 10 മിനിറ്റ്സോളം ഒന്ന് കുക്ക് ചെയ്യുക. ഇനി ഇതിലേക്ക് ഞാൻ
പൊട്ടറ്റോ സെപ്പറേറ്റ് ആയിട്ടാണ് പുഴുങ്ങി ചേർക്കുന്നത്. പുഴുങ്ങി ഇത് മാഷ് ചെയ്ത് ചേർക്കുകയാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ചിക്കൻ ചേർത്തതിൻ്റെ കൂടെ നമ്മൾ സവാള വഴറ്റിയതിൻ്റെ കൂടെ പൊട്ടറ്റോ ചെറുതായി കഷ്ണങ്ങളായിട്ട് അരിഞ്ഞ് വഴറ്റി ചേർക്കാം. അതല്ല എങ്കിൽ പുഴുങ്ങി സെപ്പറേറ്റ് ആയിട്ട് ഈ സ്റ്റേജിൽ ചേർക്കുക. ഇപ്പം ഞാൻ ഏകദേശം ഒരു 8 മിനിറ്റ്സോളമായി ചിക്കനൊക്കെ ഒന്ന് പുഴുങ്ങി വെന്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ പൊട്ടറ്റോ മാഷ് ചെയ്ത് ചേർക്കുകയാണ്. ഓക്കെ, ഇപ്പം നമ്മുടെ ചിക്കൻ്റെ ഇത് ഓൾമോസ്റ്റ് റെഡി ആയിട്ട് ഇങ്ങനെ വരികയാണ്. ഇതിലേക്ക് ഇത് പൊട്ടറ്റോ ചേർക്കുന്നതുകൊണ്ട് നമ്മുടെ കറിക്ക് നല്ലൊരു തിക്നെസ് കിട്ടും. പൊട്ടറ്റോയുടെ കൂടെ നമുക്ക് വേണമെങ്കിൽ ക്യാരറ്റും ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം, നമുക്കിപ്പം ചിലർക്ക് ഗ്യാസ് ട്രബിളൊക്കെ ഉള്ള മനുഷ്യർ കാണും. അതുപോലെ തന്നെ ഗ്യാസ് ട്രബിളും അസിഡിറ്റിയൊക്കെ അങ്ങനെയുള്ളവർ ഒരു ചേർക്കണ്ട, അതിന് പകരം ക്യാരറ്റ് ചേർത്താൽ മതി. ഓക്കെ, ഇത് ഞാൻ ചിക്കൻ ഏകദേശം വെന്ത് കഴിഞ്ഞു. ഇതിലേക്ക് ലാസ്റ്റ് സ്റ്റേജിൽ ഞാൻ തേങ്ങാപ്പാലും അതുപോലെ തന്നെ നമ്മുടെ കാഷ്നട്ട് അരച്ചതും കൂടെയാണ്, അത് രണ്ടും കൂടെ ഏറ്റവും അവസാനമായിട്ട് ചേർത്ത് കൊടുക്കുകയാണ്. ഓക്കെ, ഇതിലേക്ക് നമുക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. കറിവേപ്പില ഏറ്റവും അവസാനം ഒന്ന് ചേർക്കുന്നത് നല്ല അതിൻ്റെ ഫ്ലേവർ ഒന്നുകൂടെ ഒന്ന് കൂട്ടും. ഓക്കെ, നമ്മുടെ കറിയുടെ കളർ കണ്ടോ, ഒരു മൈൽഡ് കളറാണ്. നല്ല മഞ്ഞ വേണമെങ്കിൽ മഞ്ഞൾപ്പൊടി ഇച്ചിരി കൂടെ ചേർത്ത് കൊടുത്താൽ മതി. ഇതെല്ലാം ഈ കളർ മതിയെങ്കിൽ ഇങ്ങനെ മതി. ഓക്കെ, ഇനി ഉപ്പ് നോക്കാം. ഉപ്പൊക്കെ അഡ്ജസ്റ്റ് ചെയ്യേണ്ട സ്റ്റേജാണ് ഇപ്പോൾ. വേണമെങ്കിൽ ഉപ്പ് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. എരിവ് വേണമെന്നുള്ളവർക്ക് ലേശം കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് മണ്ടയിൽ വെതറുക. ഏറ്റവും അവസാനം ഒരു നുള്ള് കുരുമുളക് പൊടിയും അതുപോലെ തന്നെ നമ്മുടെ ഗരം മസാലയും കൂടി ഒന്ന് വെതറി കൊടുത്താൽ നല്ലൊരു ടേസ്റ്റാണ്. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ആരെങ്കിലും ഈ ചാനൽ ഇപ്പോൾ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഈ റെസിപ്പി ഷെയർ ചെയ്ത് കൊടുക്കുക. താങ്ക്